എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് 174-ാമത്തെയാണ്. ഈ ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ 24-ാമത്തെ വീഡിയോ ആണ്, പാർട്ട് 24. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ തുടർന്ന് ഒരു 4-5 വീഡിയോകളിലായിട്ട് പല പല മെത്തേഡുകൾ, മെൻ്റലി എങ്ങനെ നമ്മൾ ഹീൽ ചെയ്യാം, സ്വയം എങ്ങനെ നമുക്ക് ചെയ്തോളാം, മറ്റവർക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അതിതീതമായ ശക്തിയെ, പവറിനെ ഉപയോഗിച്ച് നമുക്കെല്ലാം നേടിയെടുക്കാം. അപ്പം എന്തൊക്കെ ഏതേത് രീതിയിൽ നേടിയെടുക്കാമെന്നുള്ള പല രീതിയിലുള്ള പ്രാർത്ഥനകളെയാണ് നമ്മൾ ഹീലിംഗ് മെത്തേഡെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ 4-5 ആദ്യം നോക്കിക്കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ വേറൊരു പുതിയ മെത്തേഡ് നോക്കാം. ഈ മെത്തേഡിൻ്റെ പേര് ഡോക്ടർ ജോസഫ് മർഫി ഇട്ടിരിക്കുന്ന പേരാണ്, അതായത് ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ്. ഇപ്പം ഈ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഈ വാദം പ്രതിവാദം, അങ്ങനെ ഞാനൊന്ന് പറയുക, വേറൊരാൾ ഇനിയൊന്ന് പറയുക, തിരിച്ച് ഞാനൊന്ന് പറയുക, അവരൊന്ന് പറയുക, അതാണ് വാദപ്രതിവാദം, ഇല്ലേ? അത് നിങ്ങൾക്കറിയാം. അതിന് പേരാണ് ആർഗ്യുമെൻറ്റ്. അപ്പം ഈ ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ, അതായത് ഈ പേരെന്തിനാ ഇദ്ദേഹം ഇങ്ങനെ ഇട്ടേന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറയുവാണ്. അതായത് നമ്മളൊന്ന് പറയുന്നു, ഇപ്പം ഞാനൊന്ന് പറയുന്നു, അപ്പോൾ അത് ബി അടുത്താണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ബി എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അല്ലല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇങ്ങനെയാണ്, ഇതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു വാദപ്രതിവാദം അവിടെ നടക്കും. ഓക്കെ, അങ്ങനെ ഇവിടെ ആർക്കും ആയിരിക്കും വാദപ്രതിവാദം നടക്കുന്നത്, ആർഗ്യൂ ചെയ്യുന്നത് ഹീലറും, അതായത് ഹീലിംഗ് ചെയ്യുന്ന ആളും രോഗിക്കും ഇടയിലുള്ള സംസാരം. അതായത് രോഗിയെ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഓക്കെ, അപ്പം ഈ ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡെന്ന് പേരിട്ടത് വളരെ കറക്റ്റാണെന്നാണ് എൻ്റെയും അഭിപ്രായം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. ആ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. അതായത് ഈ രോഗിക്ക് എന്തുവാണോ വിചാരം, രോഗിക്ക് തെറ്റായിട്ടുള്ള ഒരു വിചാരം, ആ തെറ്റായിട്ടുള്ള വിചാരം കൊണ്ട് ആണ് രോഗിയായത്. നേരത്തെ അവൻ നന്നായിട്ടാണ് ഇരുന്നത്, പക്ഷേ അവൻ്റെ മനസ്സിലുള്ള തോട്ട് പ്രോസസ്സ്, അതായത് ഈ ചിന്താഗതി തെറ്റായിട്ടുള്ള കൊണ്ട് അവന് അസുഖം വന്നു. അപ്പം ഈ ഹീലർ എന്ന് പറയുന്ന ആരാ? ഹീൽ ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ ഹീലർ ആ രോഗിയെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. നോക്കൂ, നിങ്ങളിങ്ങനെ തെറ്റായിട്ട് വിചാരിച്ചിരിക്കുന്നു. അല്ലല്ല, ഞാൻ വിചാരിച്ചത് ശരിയാണ്, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ രോഗി ചുമ്മാതിരിക്കുമോ കേട്ടിട്ട്? എന്തെങ്കിലും പറയും. അപ്പം തിരിച്ചും ഹീലർ രോഗിയെടുത്ത് പറഞ്ഞ് സംസാരിച്ച് ആർഗ്യൂ ചെയ്ത് മനസ്സിലാക്കിപ്പിക്കണം. ഇവിടെ ആർഗ്യൂ ചെയ്യേണ്ട ആവശ്യം എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ഡോക്ടറടുത്ത് പോകുന്നു, 300-500 ഫീസ് അടച്ച് പറയുന്നു പല്ലുവേദന, തലവേദന, നടുവേദന എന്ന്. അപ്പോൾ ഡോക്ടർ ടെസ്റ്റൊക്കെ എഴുതി തരും, എന്നാ ഈ ഒരാഴ്ച ആദ്യം ഈ മരുന്ന് കഴിച്ചിട്ട് വാ. നമ്മൾ ഡോക്ടറത്തെ എപ്പോഴെങ്കിലും ആർഗ്യൂ ചെയ്യുമോ? പൊന്നേ പോറ്റി എന്ന് പറഞ്ഞ് ആ പ്രിസ്ക്രിപ്ഷനും വാങ്ങിച്ചുകൊണ്ട് വരും. അത് 1000 അല്ല 2000 അല്ല 3000-ൻ്റെ മരുന്നാണെങ്കിലും ശിരസാ വഹിച്ച് അതിനെ നമ്മൾ എടുക്കും, അത് കഴിക്കും, ബാക്കി കാര്യങ്ങൾ പിന്നെ, ഇല്ലയോ? നമ്മളൊരു ഡോക്ടറടുത്ത്, ഞാൻ എന്തുവാ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഡോക്ടറടുത്ത് പോയി ആർഗ്യൂ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഡോക്ടർ പറയുന്നതാണ് ദേവവാക്ക് അവിടെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ രോഗിക്ക് ഒരുപാട് മനസ്സിൽ തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് രോഗി അത്ര എളുപ്പം ഉൾക്കൊള്ളത്തില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വരും. പക്ഷേ എന്താണെങ്കിലും ശരി, ഈ ഹീൽ ചെയ്യാൻ പോകുന്ന ആൾ, ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഈ ഹിപ്നോതെറപ്പിസ്റ്റ് ആരാണെങ്കിലും ശരി, അദ്ദേഹം ഒരുപാട് ഈ രോഗിയെടുത്ത് സംസാരിച്ച് ആ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ഡീപ്പായിട്ട്, മനസ്സിൻ്റെ ഡീപ്പായിട്ട് പോയി, വളരെ ആഴത്തിൽ പോയി ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള തെറ്റിദ്ധാരണകളെ വെളിക്കളയണം.
അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് രോഗി നേരെയാകും, രോഗിക്കുള്ള അസുഖം മാറും, സുഖമാകും. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ഒരു ഡോക്ടറുടെ, ഒരു ഹിപ്നോതെറപ്പിസ്റ്റിൻ്റെ മെത്തേഡാണ് ഇത്. അതായത് ഒരു മെത്തേഡ് എന്ന് വെച്ചാലേ, ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരാൾ വിഷ്വലൈസേഷൻ മെത്തേഡിൽ കയറി പിടിക്കും. വിഷ്വലൈസേഷൻ മെത്തേഡിനെ വെച്ചേ ആയിരക്കണക്കായ രോഗികളെ നേരെയാക്കും. വേറൊരാളുണ്ട് പിക്ചർ മെത്തേഡ്. ഓക്കെ, പിക്ചർ വെച്ചേ റെഡിയാക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഇഷ്ടമാണ്. ഓക്കെ, ഇതിലെന്താണ് ഡോക്ടർ ഫിനീസ് പി കുംബി, നമ്മൾ കുംബി എന്ന് പറയാം, അതായിരിക്കും എളുപ്പം. ഈ തുമ്പി എന്ന് നമുക്കൊക്കെ പറഞ്ഞ് ശീലമുള്ളതുകൊണ്ട് കുംബി ലാസ്റ്റ് നെയിം കയറി പിടിക്കാം, ബാക്കിയെല്ലാം നമുക്ക് ശരിയാവത്തില്ല. അപ്പോൾ ഡോക്ടർ കുംബി ഓഫ് മെയിൻ, അതായത് എ പയനിയർ ഇൻ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്. എ പയനിയർ എന്ന് വെച്ചാൽ വളരെ ഫേമസ് ആയിട്ട്, വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ കുംബി. മെൻ്റൽ ഹീലിങ്ങും ചെയ്യുന്നു, സ്പിരിച്വൽ ഹീലിങ്ങും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വെറും മെൻ്റൽ ഹീലിംഗ് അല്ല, സ്പിരിച്വലായിട്ടുള്ള ഹീലിംഗാണ് അദ്ദേഹം ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഇദ്ദേഹം 100 വർഷത്തിനു മുമ്പേ മെയിൻ ബെൽഫാസ്റ്റ് എന്നുള്ള അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണത്. അവിടെയാണ് 100 വർഷത്തിനു മുമ്പേ ഇദ്ദേഹം ഇതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നത്, ഈ മെത്തേഡ്. ഇതിൽ ഇദ്ദേഹം യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ബൈബിളിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നോ അതായത് ബൈബിളിലും ഈ ഹീലിംഗ് ടെക്നിക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഹീലിംഗ് ടെക്നിക്സാണ് ഈ കുംബി ഉപയോഗിച്ചത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 100 പേരെ ചികിത്സിക്കുന്നു. അപ്പം 100 പേരെ ചികിത്സിക്കുമ്പം ഓരോരുത്തരുടെയും കേസ് ഹിസ്റ്ററി നമ്മൾ എഴുതി വയ്ക്കണം. ഓക്കെ, അപ്പോൾ കേസ് ഹിസ്റ്ററി എഴുതി വയ്ക്കണം, അവരുടെ പേര്, അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ്, പിന്നെ രോഗത്തിനെക്കുറിച്ചുള്ളത്, പിന്നെ എത്ര വർഷം കൊണ്ടാണ് അവരിങ്ങനെ സഫറാവുന്നേ, എല്ലാം എഴുതി വയ്ക്കണം. അപ്പം പണ്ടേ കാലത്തെ തൊട്ടേ അവർ ഈ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അക്കാലത്ത് പേപ്പറിൽ പേന കൊണ്ട് എഴുതി കാണും, ഈ കാലത്ത് എല്ലാവരും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ എന്തായിരുന്നാലും അതിനൊരു റെക്കോർഡുണ്ട്. അപ്പം ഈ റെക്കോർഡിൽ ഇത്ര ശതമാനം സക്സസ് റേറ്റ് എന്നൊക്കെ അവർക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അതെല്ലാം കൂടെ ചേർത്ത് പിന്നെ അതിനെ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യും. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയും അതിന്. ഓക്കെ, അപ്പം എ ബുക്ക് കോൾഡ് കുംബി മാനുസ്ക്രിപ്റ്റ്സ്. അപ്പം കുംബിയുടെ കേസ് ഹിസ്റ്ററി എല്ലാം എഴുതിയ ഒരു പുസ്തകം, അതിന് പേരാണ് കുംബി മാനുസ്ക്രിപ്റ്റ്. അത് 1921 ന്യൂയോർക്ക് സിറ്റിയിൽ പബ്ലിഷ് ചെയ്തു. അപ്പം 1921 മുമ്പെയാണ് ഇദ്ദേഹത്തിൻ്റെ സമയം ഇവിടെ തന്നിട്ടുണ്ട്. 1849 തൊട്ട് 1869 വരെ 20 വർഷം അദ്ദേഹം വിടാതെ ഈ ടെക്നിക്ക് ഫോളോ ചെയ്ത്, ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ് ടെക്നിക്കിനെ ഫോളോ ചെയ്ത് ഒരുപാട് രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിലെ സംഭവം. അപ്പം ഇതിലെ ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം അപ്പം ന്യൂസ് പേപ്പറിൽ വരുന്നില്ലേ? പണ്ടേ കാലത്ത് എല്ലാവരും ന്യൂസ് പേപ്പർ ആയിരുന്നല്ലോ മെയിൻ. ഇപ്പോഴാണല്ലോ ന്യൂസ് പേപ്പറിനെയും ഇതിൽ മൊബൈലിൽ വായിക്കുന്ന രീതി വന്നത്. അപ്പം പണ്ടേ കാലത്തൊക്കെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് എല്ലാ ന്യൂസും കിട്ടുന്ന ഒരു സോഴ്സായിരുന്നു. അപ്പം അവിടെ ഇങ്ങനെ ചികിത്സിച്ചു, ഇവർക്ക് രോഗം ശരിയായി, ഇവർ മരിച്ചു, ഇവർ ഇങ്ങനായി എന്നൊക്കെ ഉള്ള ന്യൂസായിരിക്കും ന്യൂസ് പേപ്പറിൽ ഒരുപാട് വരുന്നത്. അപ്പം ഈ ന്യൂസ് പേപ്പറിൽ വന്ന കാര്യങ്ങളും പേപ്പർ കട്ടിങ്ങും എല്ലാം എടുത്തു വെച്ചാണ് ഈ കുംബി മാനുസ്ക്രിപ്റ്റ് എന്നൊന്നിനെ 1921 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് ഏറ്റവും ഇദ്ദേഹത്തിന് തന്നെ ഇഷ്ടപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഈ ബുക്കിൽ
ഡോക്ടർ ജോസഫ് മർഫി നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തുവാന്ന് നോക്കാം. അതിനു മുമ്പേ മെത്തേഡ് എന്തുവാന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് ആണ്. ഈ സ്പിരിച്വലായിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇദ്ദേഹം ബൈബിളിൽ തന്നിരിക്കുന്ന മെത്തേഡാണ് എടുത്ത് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ ഹീലിംഗ്, ഒരു സ്പിരിച്വൽ ടച്ച്, അതിലും ഒരു ദൈവീക ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഹീലിംഗ് മെത്തേഡിൽ. ഓക്കെ, അപ്പം ഇതിലെങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനെ ആദ്യം ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തുമെന്ന് വെച്ചാൽ എന്തുവാ, ഒരു ബൈബിളിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, അതാദ്യം ഇദ്ദേഹം വായിച്ച് അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിദ്ധർകൾ, തമിഴ്നാട്ടിലാണല്ലോ മാക്സിമം സിദ്ധർകൾ ജീവിച്ചിരുന്നത്. അവരൊക്കെ എന്നോ എല്ലാം കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇനി നാസ അല്ല, അങ്ങേ അപ്പുറത്തെ ആട്ടെ, ഏത് രാജ്യത്തിൽ ഏത് മൂലയിൽ എവിടെ അഡ്വാൻസ്ഡ് ടെക്നിക്ക് വെച്ച് അവർ കണ്ടുപിടിക്കാൻ നോക്കുന്നോ അത് എല്ലാമേ ഓൾറെഡി നമ്മുടെ സിദ്ധന്മാർ കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഒന്നും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പക്ഷേ നല്ല വ്യത്യാസമുണ്ട്. മെത്തഡോളജി ഈസ് ഡിഫറെൻറ്റ്. എങ്ങനെ സിദ്ധന്മാരെല്ലാം ഇരുന്ന് വർഷങ്ങളായിട്ടും ഒറ്റ സ്ഥലത്തിരുന്ന് ധ്യാനം ചെയ്താണ് അവർ ഇതെല്ലാം കണ്ടുപിടിച്ചത്. 72,000 നാഡികൾ നമ്മുടെ ദേഹത്ത് ഓടുന്നു എന്ന് അവർ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പം എത്ര സൂക്ഷ്മതയോടെ അവർ ധ്യാനം ചെയ്തായിരിക്കും ഇതൊക്കെ അറിയുന്നത്. ഇപ്പം ഇവരെന്തോ ഫോട്ടോഗ്രാഫി എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് കണ്ടുപിടിക്കുന്നു. പക്ഷേ ഇപ്പം ഇനിയും ഇവർ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സിദ്ധന്മാർ ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി ഈ ജ്ഞാനക്കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കി എല്ലാം എഴുതി എന്നാ പിടി എന്ന് തന്നിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ അവർ എഴുതിയതിലും ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ഇപ്പം സാധാരണ ലോഹത്തിനെ ഈ മെറ്റലിനെ ഗോൾഡാക്കാനുള്ള രസവാദം വരെ അവർക്ക് അറിഞ്ഞിരുന്നു. ബോഹറൊക്കെ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അവർ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഡയറക്റ്റായിട്ട് എഴുതത്തില്ല, ഇൻഡയറക്റ്റായിട്ട് അതിനൊക്കെ വേറെ ഒരു പേര്, നമ്മൾ പറയത്തില്ലേ ഇരട്ട പേര്, അതുപോലെ വേറെ ഒരു പേരിട്ടായിരിക്കും അവർ എഴുതുന്നത്. അപ്പം അത് വഴിയായിട്ട് പാരമ്പര്യമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ്. അതേപോലെയാണ് ബൈബിളിലും പിടി ഇതാണ് ഇതെന്ന് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഒറിജിനൽ ബൈബിളിലൊക്കെ എഴുതി വെച്ചിട്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഇന്ന് പഠിച്ച ഇംഗ്ലീഷ് മാത്രമല്ല, വേറെ അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളതും വേറെയാണ്. വേറെയെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഈ മേലോട്ടമായിട്ട് സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പം അതിൻ്റെ അർത്ഥം വേറെ, ഡീപ്പായിട്ട് പോകുമ്പം അതിൻ്റെ അർത്ഥം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതേ രീതിയിലാണ് ഈ സിദ്ധന്മാരും എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ആയിരുന്നു അക്കാലത്തെ രീതി. അതിനൊക്കെ കാരണവും ഉണ്ട്. അതായത് കാരണം എന്തുവാന്ന് വെച്ചാൽ, സാധാരണപ്പെട്ട അതായത് അറിവില്ലാത്ത ആളുകളുടെ കയ്യിൽ ഈ പൊക്കിഷം, അതായത് അവർ കണ്ടുപിടിച്ചതൊക്കെ ഒന്നൊന്നും പൊക്കിഷമാണ്. ഈ പൊക്കിഷങ്ങൾ സാധാരണ ആൾക്കാരുടെ കയ്യിൽ പോയി വീഴരുത്, പോയി ചേരരുത് എന്നുണ്ട്. ഇപ്പം സാധാരണ ഒരു ഇരുമ്പ് കഷ്ണത്തിനെ എങ്ങനെ ഗോൾഡാക്കുന്നതെന്നുള്ള ടെക്നിക്ക് അവർക്കറിയാമായിരുന്നു. പക്ഷേ അത് സാധാരണപ്പെട്ട ഒരാളുടെ കയ്യിൽ പോയാൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് അവർ ഇരട്ടപ്പേരിട്ട് വേറെ പേരിട്ട് പകുതി മനസ്സിലാകും പകുതി മനസ്സിലാവത്തില്ല എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം ചെയ്തു വെച്ചത്. അതേപോലെയാണ് ബൈബിളിലും. എടുത്തുടനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതല്ല സംഗതി. അതിൽ ഒരുപാട് ആഴത്തിൽ പോകുമ്പം നമുക്ക് കിട്ടുന്ന അതൊരു ഗിഫ്റ്റ് തന്നെയാണ്, അതൊരു അവാർഡ് തന്നെ, ഒരു ഗിഫ്റ്റാണ്. ഓക്കെ, സാധാരണ ആൾക്കാർക്ക് അത് കിട്ടത്തില്ല. അപ്പം ഈ ബൈബിളിലുള്ള മെത്തേഡ് ഇദ്ദേഹം കുമ്പി ഫോളോ ചെയ്തുകൊണ്ട് ആദ്യം ഇദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തണം സ്വയം. ഇതാണ് ഇതിൻ്റെ അർത്ഥം,
ഇങ്ങനെയൊക്കെയാണ്, ഇതിനുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹം ആ രോഗിയെടുത്ത് പോയി പലവട്ടം ഇത് ആർഗ്യൂ ചെയ്ത് ആ രോഗിയുടെ മനസ്സിൽ, ഉപബോധ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. ഇവിടെ നെഗറ്റിവിറ്റി മാത്രമല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എന്തുവാ? പറയുന്നതിനെ നേരെ ചൊവ്വേ പറയുന്ന രീതിയിലല്ല എടുക്കുന്നത്, വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്. അതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ ഈ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യതകൂറുകൾ കൂടുതലാണ് ഈ ഓലച്ചുവടി, ഈ സിദ്ധറുകളുടെ ബുക്ക്, ഈ ബൈബിള്, ഓൾഡ് ടെസ്റ്റമെൻ്റൊക്കെ വായിച്ചാലുള്ള കാര്യം. എന്നുവെച്ചാൽ അവരങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഇതിൽ ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ മനസ്സിലായല്ലോ. യു ഹാവ് ടു കൺവിൻസ് ദ പേഷ്യൻറ്റ്. സോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിച്ച് ബോധ്യപ്പെടുത്തിയ പിന്നീട് നമ്മൾ ഈ ഹീലിങ്ങിലോട്ട് ഇറങ്ങുമ്പം പെട്ടെന്ന് അവർ ഹീലാകും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഓക്കെ, സോ നമ്മൾ രോഗിയെ നല്ല രീതിയിൽ സംസാരിച്ച് മനസ്സിലാക്കിപ്പിച്ച് ആ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവ് തിങ്കിങ്ങിനെ, നെഗറ്റീവ് ഐഡിയ, നെഗറ്റീവായിട്ടുള്ള തെറ്റിദ്ധാരണകളെ വെളിക്കൊണ്ടുവരണം. വെളിക്കൊണ്ടുവന്ന് എറിയണം. കളഞ്ഞാൽ മാത്രമേ ഈ രോഗിക്ക് ഈ ഹീലിംഗ് ചെയ്യുമ്പം പ്രയോജനം കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് റീസൺ ഇറ്റ് ഔട്ട് ചെയ്യണം. റീസൺ ഇറ്റ് ഔട്ട് എന്ന് വെച്ചാൽ എന്തുവാ? ഇതേൻ്റെ നിങ്ങൾ ബൈബിള് വായിച്ചു, നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു, പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഫുൾ മീനിങ് നിങ്ങൾ എടുത്തിട്ടില്ല. പകുതിയെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ. പകുതി കേട്ടു, അതിൻ്റെ പകുതി മനസ്സിലാക്കി, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതാണ് അതിൻ്റെ ഉള്ളർത്ഥം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തേ പിന്നീട് നമ്മൾ ഹീലിങ്ങും കൂടെ കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഹീലാകും. ഓക്കെ, സോ അപ്പം ഈ നമ്മുടെ ഈ ഉപബോധ മനസ്സിൻ്റെ പവർ എന്തുവാ, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്തുവാ, ഹീലിംഗ് കപ്പാസിറ്റി എന്തുവാ, ഹീലിംഗ് പവർ എത്ര ഉണ്ട്, ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഉള്ളതാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ ഹീലിംഗ് കൊടുക്കാൻ. അങ്ങനെ ഉള്ളപ്പം അവർക്ക് നല്ല രീതിയിൽ ഗുണമാകും. ഓക്കെ, ആൻഡ് സോ ഇറ്റ് ഹാസ് ഓൾ ദി ഹീലിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഡൂയിങ് സോ ആസ് യു സ്പീക്ക്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, അതായത് ഈ ഡോക്ടർ അല്ലെങ്കിൽ ഈ ഹീലർ അല്ലെങ്കിൽ ഈ തെറപ്പിസ്റ്റ് സംസാരിക്കെ പറയെ ആ രോഗിയുടെ മനസ്സ് മാറും. ആ തെറ്റിദ്ധാരണകളെല്ലാം മാറും. എല്ലാം മാറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് രോഗി ഗുണമാകും. ഓക്കെ, അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പം ഇദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ 20 വർഷം ഒരേ സ്ഥലത്ത് അവിടെ ഇരുന്ന് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡിലാണ് ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ എന്തുവാ, ഓക്കെ, ഇതാണ് പറയുന്നത്. ഇനിയൊരു കാര്യമുണ്ട്. ഈ അദ്ദേഹം കുംബി വേറെയും മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഒരാളിന് ഈ മെത്തേഡ്, ഇനിയൊരാളിന് ഈ മെത്തേഡ്, അങ്ങനല്ല. കുറേ കാലം ഒരു മെത്തേഡിനെ അവർ പിടിച്ച് ഫോളോ ചെയ്യും. അവർക്ക് കുറേ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പിന്നെ ആ മെത്തേഡിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പം സ്വാഭാവികമായിട്ട് അവർ ബൈബിളിലോ വേറെ മാനുസ്ക്രിപ്റ്റിലോ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, വേറെ രീതിയിൽ ചികിത്സിക്കാമോ, നമ്മളിപ്പോൾ പണ്ടൊക്കെ ഈ മെത്തേഡ് നന്നായിട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ വരെ ശരിയാവുന്നില്ലല്ലോ, എന്നാൽ നമ്മൾ ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് പ്രൊഫഷനെ മാറ്റി വയ്ക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് വേറെ രീതി കണ്ടെത്തണം. അതിനും അവർ ഈ മാനുസ്ക്രിപ്റ്റും ബൈബിളും ബാക്കി ആളുകളൊക്കെ എന്തോ ചെയ്യുന്നു, ന്യൂസ് പേപ്പർ അതൊക്കെ എടുത്ത് നോക്കിയിട്ടായിരിക്കും അവർ വേറെ പല മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നത്. എന്തായിരുന്നാലും ഒരു ഹീലറിനെ സംബന്ധിച്ചവരെ രോഗിയെ ഗുണപ്പെടുത്തുക, രോഗത്തിനെ പരിചിതം മാറ്റിയെടുക്കുക, അതാണല്ലോ ഉദ്ദേശം.
അത് ഏതൊക്കെ രീതി ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് പല മെത്തേഡ്സ് വഴിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇനി ഒരു കാര്യം കൂടെ പറയാം. അതായത് കുമ്പിയുടെ ഒരു എക്സാമ്പിൾ. അതെ, അതായത് ഒരു സ്ത്രീ, അവർ കാല് രണ്ടും നടക്കാൻ വയ്യാതായി, ബെഡ് റിഡനായി. അപ്പോൾ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. അവർക്ക് കാലനക്കാൻ വയ്യ, ബെഡിൽ നിന്ന് താഴെ എണ്ണിക്കാൻ വയ്യ, ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ബൈബിള് വായിച്ചു. നേരത്തെ അവർ ജന്മനാ അങ്ങനെ ഉള്ളതല്ല. ബൈബിള് വായിച്ചപ്പം ആ ബൈബിളിൽ പറഞ്ഞതെല്ലാം ഇവർ തെറ്റായിട്ട് മനസ്സിലാക്കിയെടുത്തു. അത് കാരണം അവർ അത്രയും ബൈബിളിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുമ്പം ബൈബിളിൽ എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെയും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു അബദ്ധം പറ്റിയത്. അവർ ബൈ ബർത്ത് കൈയും കാലും മുടന്തനോ അങ്ങനെയൊന്നുമല്ല. ഇവർ ഈ ബൈബിള് വായിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇവർ വേറെ രീതിയിൽ എടുത്തുകൊണ്ട് ഇവർക്ക് കുറേശ്ശെ ഈ ക്രിപ്ലിംഗ് ഡിസീസ് അസുഖം വന്നു. കൈ അനക്കാൻ വയ്യാതായി, കാലനക്കാൻ വയ്യാതായി, പിന്നെ ബെഡിലേ അങ്ങ് കിടന്നു. അത്രയ്ക്കാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവർ ബെഡ് റിഡനായി ബെഡിൽ തന്നെ കിടക്കുക. അപ്പം ഡോക്ടർ കുമ്പി വരുന്നു. വന്നിട്ട് ഇവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു. ബൈബിൾ വായിക്കുന്നോ, അതിൽ ഈ വേഴ്സ് ഇങ്ങനെ പറയുന്നല്ലോ, ഈ സ്റ്റാൻസ ഇങ്ങനെയാണല്ലോ, അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? അങ്ങനെ നമ്മൾ വാങ്ങിക്കണം. ഓരോ പോയിൻ്റായിട്ട് ഇട്ടിട്ട് വാങ്ങിച്ച് അവരുടെ മനസ്സിലുള്ളത് എന്തുവാന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ഡോക്ടർ കുമ്പിക്ക് മനസ്സിലായേ ഇവർ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിനെയും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇത്രയും വലിയ ഒരു രോഗത്തിൽ കൊണ്ടുപോയി ഇവരെ വിട്ടത്. അപ്പം ഇദ്ദേഹം ഡോക്ടർ കുമ്പി പറഞ്ഞ് ബൈബിളിലുള്ളതെല്ലാം വായിച്ച് കാണിച്ച് ഇതിൻ്റെ അർത്ഥം ഇതാണ് അങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കി എടുത്ത് ചെയ്തപ്പം എന്തു പറ്റി? അവർ തന്നെ ബെഡിൽ നിന്ന് എണ്ണിച്ച് നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ പേരാണ് മിറാക്കിൾ അല്ലെങ്കിൽ അതിശയം. എന്നുവെച്ചാൽ അവർ ജന്മനാ അങ്ങനെ ഉള്ള ആളല്ല. ഇവരുടെ ബൈബിൾ വായിച്ചതിൽ അവർക്ക് നേരെ വണ്ണം അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവരായിട്ട് ഒരു അർത്ഥം കൽപ്പിച്ചു. ആ അർത്ഥത്തിൻ്റെ പേരിൽ വീണ്ടും അത് വായിക്കുമ്പം അത് ഉപബോധ മനസ്സിൽ ചെന്ന് കയറി അവിടുന്ന് ദേഹത്തിൽ അതിനെ ഫിസിക്കൽ ഡിഫോർമിറ്റി ആയിട്ട് ആക്കി. ഇപ്പോൾ കൈയും വയ്യ, കാലും വയ്യ, കാലൊക്കെ തളർന്നു, നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവർ ബെഡിലേ കഴിഞ്ഞുകൂടാൻ തുടങ്ങിയത്. അപ്പം ഡോക്ടർ കുമ്പി മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം ഡോക്ടർ കുമ്പി ഇവരെടുത്ത് അതേ പാരഗ്രാഫ് ബൈബിളിൽ വായിച്ച് നിങ്ങൾ വിചാരിക്കുന്ന ഇത്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുത്തപ്പോഴത്തേക്ക് രോഗി ഒരു ദിവസം തന്നെ ബെഡിൽ നിന്ന് എണീച്ച് ഓടി നടക്കാൻ തുടങ്ങി. അവർക്ക് ഈ വാക്കറും ഒന്നും വേണ്ട. പിന്നെ ആൾ പഴയപടി ഹെൽത്തിയായി. ഓക്കെ, സോ അത് ഡോക്ടർ കുമ്പി എന്തോ പറയുന്നു വെച്ചാൽ അതായത് പറയുന്നത് ഏത് സ്ഥലത്തായി അവർ ബൈബിളിൽ സ്റ്റക്കായെന്നാണ് പറയുന്നത്. The verses the Bible to her and this prayer, therefore where I go you cannot come, for you are in your narrow restricted belief and I am in health. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ നേരെ ചൊവ്വേ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വായിച്ചാലേ നമുക്ക് മനസ്സിലാകും. അതായത് ഞാൻ ഹെൽത്തിയാണ്. ബൈബിൾ എഴുതിയ ആൾ, അതായത് ജീസസ് പറയുക, ഞാൻ ഹെൽത്തിയാണ്, പക്ഷെ നീ ഹെൽത്തി അല്ല. നീ ഹെൽത്തി അല്ലാത്തതിൻ്റെ കാരണം എന്തുവാ?
ഞാൻ എവിടെയൊക്കെ പോന്നോ അവിടെയൊക്കെ എന്നെ നിനക്ക് പിന്തുടരാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ നിനക്ക് നാരോ മൈൻഡഡ് എന്ന് വെച്ചാൽ ഈ വളരെ കുറുകിയ ചിന്താഗതി. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇത് എൻ്റെ കുഞ്ഞ്, ഇത് എൻ്റെ സാധനം, ഇത് എൻ്റെ മുറി, ഇത് എൻ്റെ വീട്, ഇത്രയേ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആൾക്കാർ, എന്നെ ചുറ്റിലുമുള്ള ബന്ധുമിത്രാദികൾ, വേറെ ആരെയും എനിക്ക് എൻ്റേതായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നാരോ മൈൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാരോ മൈൻഡഡായിട്ട് നീ ഇരിക്കുന്നവരെ നിനക്ക് എൻ്റെ കൂടെ ഞാൻ എവിടെ പോന്നോ എൻ്റെ പുറകെ നിനക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവരതിനെയൊക്കെ പല രീതിയിലും സ്വയം ഇൻ്റർപ്രറ്റ് ചെയ്ത് തെറ്റിദ്ധാരണകളോടുകൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കൈയും കാലുമൊക്കെ വാദം വന്നതും മുടങ്ങിയതും ഒക്കെ. ഓക്കെ, അപ്പം ഇവർ തുള്ളി എണ്ണിച്ച് ബെഡിൽ നിന്ന് എണ്ണിച്ച് ഓടിയതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു അതിശയം. അദ്ദേഹം പറയുന്നത് എൻ്റെ എത്രയോ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തു, അതിൽ ഈ മറക്കാൻ വയ്യാത്ത കേസാണ് ഈ കേസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അവരുടെ മനസ്സിൽ ഹീലിങ്ങിൻ്റെ അതായത് ബൈബിളിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നിനക്കും ശക്തിയുണ്ട്, നിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലും ഭയങ്കര പവറാണ്, അത് ഉപയോഗിച്ച് തന്നെ നിനക്ക് അസുഖം മാറാം, രോഗികളെ ചികിത്സിക്കാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പം ഒരു ദിവസം അത് സംഭവിച്ചു. ഓക്കെ, അപ്പം വെളിയിൽ നിന്ന് പുറമേ നിന്ന് ഇത്രയും ഡീപ്പായിട്ട് ഇപ്പം നമ്മളുടെ കൂട്ട് ഉപബോധ മനസ്സിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാത്ത ആളുകളുടെ കൂടെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെത്തേഡൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കുമ്പി എന്തോ ചെയ്തു, മെസ്മർ എന്തോ ചെയ്തു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എന്ത് മെത്തഡോളജി, ഇന്ന മെത്തഡോളജി ഉണ്ട്, നിനക്ക് ഏത് സൂട്ടബിളോ നിനക്ക് മനസ്സിന് ഏത് ഇണങ്ങി വരുന്നോ അത് നീ ഫോളോ ചെയ്യും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡിൻ്റെ കാര്യം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലെ തെറ്റിദ്ധാരണകൾ ഹിന്ദുയിസത്തിലും ഉണ്ട്, ഇസ്ലാമിൽ എത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് ടോട്ടലി അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴും. ഖുറാനൊന്നും എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, വായിച്ചിട്ടില്ല. അവർ പറഞ്ഞതൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത്. പക്ഷേ എല്ലാ സ്ഥലത്തും, അത് ഭഗവത്ഗീതയാണെങ്കിലും ശരി, വേദമാണെങ്കിലും ശരി, ഉപനിഷത്താണെങ്കിലും ശരി, ബൈബിളാണെങ്കിലും ശരി, ഖുറാനാണെങ്കിലും ശരി, ഈ മതങ്ങളൊക്കെ ബോധിക്കുന്നത് ഒരേ പോയിൻ്റാണ്. പക്ഷേ നമ്മളാണ് പല രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അവനവൻ്റെ മനസ്സിന് തോന്നിയ പോലെ അതിനെ വ്യാഖ്യാനിക്കുന്നു. അവിടാണ് ഈ കുഴപ്പം വരുന്നത്. അല്ലാതെ എല്ലാ റിലിജനും കോമണായിട്ട് പറയുന്നതെല്ലാം ഒരേ സംഭവമാണ്. എന്നുവെച്ചാൽ ആ മഹാന്കളൊക്കെ ഒന്നിനെയാണ് കണ്ടത്, ഒന്നേ ഒന്ന്, അതാണ് പരബ്രഹ്മം. ഓക്കെ, അല്ലെങ്കിൽ പരമാത്മ, അല്ലെങ്കിൽ അത് ശക്തി, അല്ലെങ്കിൽ അത് ശിവൻ, അല്ലെങ്കിൽ അത് ജീസസ്. ഓക്കെ, ആരെങ്കിലും ആട്ടെ, നമുക്ക് പല പേരുകളിട്ട് വിളിച്ചാലും ഒരു ശക്തിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് നല്ലത്. ഓക്കെ, അപ്പം ഇതാണ് ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ്. എന്തുകൊണ്ട് ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ ഹീലർ ഒരുപാട് ഈ രോഗിയെടുത്ത് ആർഗ്യൂ ചെയ്ത് വാദപ്രതിവാദം നടത്തി പിന്നെ കുറേശ്ശെ അവരുടെ ഉപബോധ മനസ്സിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. കയറിയ പിന്നീടും അതിനകത്ത് കിടക്കുന്ന അഴുക്കും നെഗറ്റിവിറ്റിയും എല്ലാം നമ്മൾ വേണം എടുത്ത് കളയാൻ. ഇത് ഒരു മുറിയെ ചൂലിട്ട് തൂക്കുന്ന പോലെ അല്ല, ഇത് മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ പോയി പൊതഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം ഈ ആഴ്കടലിൽ പോയി മുത്തെടുക്കുന്ന പോലെയാണ് ഈ കാര്യം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം രോഗിക്ക് നല്ല ക്ഷമ വേണം, ഹീലറിന് നല്ല ക്ഷമ വേണം. ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ട് മൈൻഡ് ലെവലിൽ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം. അതൊക്കെ ചെയ്യുമ്പം രോഗിക്ക് തന്നെ രോഗം മാറും. ഓക്കെ, സോ ഇതാണ് ആർഗ്യുമെൻറ്റേറ്റീവ് മെത്തേഡ്.
ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ സ്വയം ചികിത്സിക്കാൻ ചിലപ്പം ഈ മെത്തേഡ് പ്രയോജനപ്പെട്ടു വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മറ്റവരെ നമ്മൾ ചികിത്സിക്കുമ്പം നമുക്ക് ഇത് അവരുടെ ഉപബോധ മനസ്സിനകത്ത് വരെ ചെന്ന് അവരുടെ തെറ്റായിട്ടുള്ള ഐഡിയാസിനെയൊക്കെ മാറ്റിയെടുക്കുമ്പം പിന്നെ രോഗത്തിന് നമ്മൾ മരുന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. രോഗം തന്നെത്താനേ ശരിയാകും. എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിനകത്തും ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരേ പവറാണ് ദൈവം തന്ന് വിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇവിടെ വെച്ച് മതിയാക്കാം. അടുത്ത വീഡിയോയിൽ വേറൊരു പുതിയ മെത്തേഡ് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.